കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. പാൻ ആൻഡ് സൂം ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സൈസ് അഡ്ജസ്റ്റഡ് ആയെങ്കിൽ ഈ ഈക്വൽ സിംബലിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു വെക്കുക. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ബേസിക് എഫക്ട്സ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ഗൗസിയൻ ബ്ലർ സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ മാസ്ക് ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും മറയുന്ന രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. ബ്ലൂ ആൻഡ് ഗ്രീൻ സ്ക്രീൻ കമ്പൈൻഡ് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. ഈ കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റിലേതിന് സമാനമായ ബ്ലൂ കളർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ബ്ലൂ കളർ നമുക്ക് വേണ്ട രീതിയിൽ പൂർണ്ണമായും ഇല്ലാതെയായിട്ടുണ്ട്. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെ ഡ്യൂറേഷനും ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. എഡിറ്റിംഗിന്റെ ആദ്യ ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. ഇമേജ് ആക്സസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കൈൻമാസ്റ്റർ ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. ഈ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ നമുക്ക് വേണ്ട വിധം പൂർണ്ണമായും ഇല്ലാതെയായിട്ടുണ്ട്. മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷനും വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ആദ്യത്തെ പ്രോജക്റ്റിൽ നാം ഉപയോഗിച്ച ഇമേജ് ഒരു തവണ കൂടി ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഈ ഇമേജ് മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ട് 2 വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി ട്രിം ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.